അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോർഫക്കാനിൽ സൺറൈസ് കാണുവാൻ വേണ്ടി പോയതിൻ്റെ രണ്ടാം പാർട്ടാണ്. അങ്ങനെ സൺറൈസ് എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഹോർഫക്കാനിൽ തന്നെയുള്ള അൽ ഷുഹബ് റെസ്റ്റ് ഏരിയ കാണുവാൻ വേണ്ടി നമ്മുടെ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കെല്ലാം ഇപ്പോഴും റോഡ് പണി നടക്കുന്നതായി കാണുവാൻ പറ്റി. അപ്പോൾ ഈ വഴി പോകുന്നവരെല്ലാം കുറച്ച് അധികം ശ്രദ്ധിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അത്യാവശ്യം ഉയരത്തിലേക്ക് എത്തി വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് നോക്കുമ്പോൾ താഴ്വരയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള വീടുകൾ കാണുവാൻ വേണ്ടി കഴിഞ്ഞു. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വലിയ രീതിയിലുള്ള റോഡ് വർക്കും കാര്യങ്ങളുമെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. വീണ്ടും വേറൊരു ഭാഗം എത്തി സൂം ചെയ്ത് നോക്കുമ്പോൾ ഫിഷിങ്ങിന് പോയിട്ടുള്ള ഒരുപാട് ബോട്ടുകളെ കാണുവാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ചധികം ഉയരത്തിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് കണ്ടു. അങ്ങനെ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്ത് ആ ഏരിയ എല്ലാം ഒന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങി. അത്യാവശ്യം നല്ല വ്യൂ ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഫാമിലി ആയിട്ട് വരുന്നവർക്കെല്ലാം അത്യാവശ്യം ഇരുന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും അതിനെല്ലാം പറ്റുമായിരുന്നു. വീണ്ടും നമ്മൾ അകലെയുള്ള ബോട്ടുകളെ സൂം ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ഒരു വ്യൂ തന്നെയാണ് അവിടെ നിന്നും കിട്ടിയത്. ഈ ഒരു ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു വെതറായിരുന്നു നമ്മളവിടെ പോയപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസിനും താഴെ ആയിരുന്നു. ഇതേ സമയം നമ്മളിപ്പോൾ ദുബായിൽ ആയിരുന്നുവെങ്കിൽ എങ്ങനെ ഇരുന്നാലും 35 ഡിഗ്രിക്ക് മുകളിലായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞു. പത്തേമാരിയിൽ മമ്മൂട്ടി വന്നിറങ്ങുന്ന കല്ലാണ് ആ കാണുന്നത്, ഹോർഫക്കാൻ പാറ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അൽ ഷുഹബ് റെസ്റ്റ് ഏരിയ എല്ലാം കണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഈ ഹോർഫക്കാനിൽ തന്നെയുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഹോർഫക്കാനിലുള്ള ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ആണ് ഈ കാണുന്നത്.
റൈറ്റിൽ കാണുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെയാണ് തുടക്കത്തിൽ ഹോർഫക്കാൻ നിവാസികൾ താമസിച്ചിരുന്നത്. ഹോർഫക്കാൻ പോർച്ചുഗീസ് ഫോർട്ട് എല്ലാം റൈറ്റ് സൈഡിൽ കാണാം. പറഞ്ഞ പോലെ ഈ റൈറ്റിലേക്ക് കാണുന്ന ഈ പൊളിച്ചിട്ടിട്ടുള്ള ഈ സംഭവങ്ങൾ ഇവിടെയൊക്കെയാണ് ഒരുപാട് മുന്നേ മീൻസ് ഇവിടെ ഉരുവിലൊക്കെ ആളുകൾ വന്നിറങ്ങിയ ടൈമിലൊക്കെ ആ സമയത്തൊക്കെ ഇവർ താമസിച്ചിരുന്നത് ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ കാക്കാട് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ഹോർഫക്കാൻ സൂക്ക് എന്നറിയപ്പെടുന്ന സ്ഥലം. ട്രഡീഷണൽ ക്രാഫ്റ്റ്സ് മ്യൂസിയം എല്ലാം ഉണ്ട്. അങ്ങനെ അവിടുത്തെ ഓണറിനായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇതാണ് ഓണർ. അവർ കൂറ്റനാട് അവർക്കറിയാം, അവിടെ അവർക്ക് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ല സംസാരിച്ച്. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഫുഡ് കഴിച്ച് ഇറങ്ങാൻ നേരത്താണ് ഇത് കണ്ടത്. അവരുടെ ആദ്യകാല പാസ്പോർട്ട്, പിന്നെ ഓരോ പ്രമുഖ വ്യക്തികളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തത്, പിന്നെ അവരുടെ ഓരോ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ വന്ന ഓരോ വാർത്തകൾ അതെല്ലാം അവരോട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വരുന്നവർക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട്. നമ്മളതൊക്കെ വീഡിയോ എടുത്ത് അവരോട് സംസാരിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ കൂറ്റനാട്, ഞങ്ങളുടെ നാടിനടുത്തുള്ള സ്ഥലമായ പെരുമണ്ണൂരുള്ള ഇക്കാനെ കണ്ടു, സംസാരിച്ചു. പുള്ളി ഏകദേശം 63 വർഷമായി ഇവിടെ ഹോട്ടൽ നടത്തുന്നു. അതിന് മുമ്പ് പുള്ളിയുടെ ഉപ്പയായിരുന്നു ആ ഹോട്ടൽ നടത്തിയിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുറച്ച് റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പോയിരുന്ന ആ സ്ഥലമാണ് കാണുന്നത്. ആ മലമുകളിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു നമ്മളുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ അടുത്ത് ഒരു പള്ളിയുണ്ട്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. ബിദിയ മോസ്ക് എന്നാണ് അത് അറിയപ്പെടുക. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കൊരു പാലസ് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു ആ മലക്ക് മുകളിൽ. അത് നമ്മുടെ ഷാർജ ഭരണാധികാരിയുടെ പാലസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹോർഫക്കാൻ വളരെ സുന്ദരമായ ഒരു സിറ്റിയാണ്. ഏകദേശം നമ്മുടെ ബിദിയ പള്ളിയുടെ അടുത്ത് എത്താനായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു പിക്കപ്പ് നിൽക്കുന്നുണ്ടല്ലോ, ആ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നതാണ് ബിദിയ മോസ്ക്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റൗണ്ട് അബൌട്ട് യൂ ടേൺ അടിച്ചിട്ട് വരണം. ഇതായി കാണുന്നതാണ് മോസ്ക്. ഇൻഷാ അല്ലാഹ് Al Bidiyah Mosque is the oldest mosque in the UAE.
ഹോർഫക്കാനിലെ അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് പാർട്ട് 3 വരുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.